ശാന്തി. 30/7/70 അവ്യക്ത ബാബ്ദാദ. മുരളിയുടെ സാരം. മഹാരഥി അർത്ഥാത് മഹാനത. മഹാരഥി അർത്ഥം മഹാനതയുള്ളത്. आज पांडव सेना की भट्टी का समाप्ति समारोह है या आज शुरुआत करते हो? ബാബ്ദാദ ചോദിക്കുകയാണ്, ഇന്ന് പാണ്ഡവ സൈന്യത്തിൻ്റെ ഭട്ടിയുടെ സമാപ്തിയാണോ അതോ ഇന്ന് ആരംഭം കുറിക്കുകയാണോ? അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞു ഉത്തരം, സമീപത ആരംഭുയി, സമീപത ആരംഭിച്ചു കഴിഞ്ഞു. വിശേഷ് कौन सी इम्प्रूवमेंट की है और उसके लिए क्या विशेष संकल्प किया है? അപ്പോൾ വിശേഷിച്ച് ഏത് ഇമ്പ്രൂവ്മെൻ്റാണ് ചെയ്തത്, അതിനുവേണ്ടി ഏത് വിശേഷ സങ്കല്പമാണ് എടുത്തത് എന്ന് ബാബ ചോദിക്കുകയാണ്. എന്തുയർച്ചയാണ് പ്രത്യേകിച്ച് ഓരോരുത്തരും അവരവരിൽ എന്തുയർച്ച കൊണ്ടുവന്നിട്ടുണ്ട്, അതിനുവേണ്ടി എന്ത് വിശേഷ സങ്കല്പം എടുത്തിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണ്. പരിവർത്തൻ ശുരു ഹുവാ ഹൈ കി ഹോങ്ക, പരിവർത്തനം ആരംഭിച്ചു കഴിഞ്ഞോ അതോ ഇനി ആരംഭിക്കുമോ? संकल्प रूप में लिया है व संस्कार भर लिया है, സങ്കല്പ രൂപത്തിലാണോ എടുത്തത് അതോ സംസ്കാരം നിറച്ചു കഴിഞ്ഞു? പരിവർത്തനപ്പെടാന്നൊരു സങ്കല്പമാണോ എടുത്തത് അതോ സംസ്കാരം നിറച്ചോ എന്ന് ബാബ ചോദിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കേൾപ്പിച്ചു. യഹ് ഹേ പാണ്ഡവ സേനാക്കി ഭട്ടി കാ പേപ്പർ, ഇതാണ് പാണ്ഡവ സൈന്യത്തിൻ്റെ ഭട്ടിയുടെ പേപ്പർ, അതായത് പരീക്ഷ. ഇസ് ഏക് പ്രശ്ന സേ പൂരാ പേപ്പർ ഹോ ഗയ, ഈ ഒരു ചോദ്യത്തിൽ തന്നെ മുഴുവൻ പേപ്പറും വന്നു കഴിഞ്ഞു. എന്തെല്ലാം ഈ ഭട്ടിയിൽ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ എല്ലാം കൂടെ ഒരു ചോദ്യമാണ് ബാബ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുമ്പോൾ അത് മുഴുവൻ എന്തെല്ലാം പഠിച്ചോ അതിൻ്റെ എല്ലാ ഉത്തരം വന്നു കഴിഞ്ഞു. ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ എവിടം വരെ ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്ന് ബാബ പറയുകയാണ്. വർത്തമാൻ സമയ സങ്കല്പ और कर्म साथ साथ होना ही आवश्यक है. അപ്പം ഇപ്പോഴത്തെ സമയത്ത് സങ്കല്പവും കർമ്മവും ഒരേപോലെ ആയിരിക്കണം, ഒപ്പം ഉണ്ടായിരിക്കണം. അതിൻ്റെ ആവശ്യമാണുള്ളത്. എന്ത് വിചാരിക്കുന്നു അത് കർമ്മത്തിൽ വരണം. अभी अभी संकल्प किया अभी अभी कर्म में लाया, ഇപ്പോഴിപ്പോൾ സങ്കല്പം എടുത്തു, ഇപ്പോൾ തന്നെ അത് കർമ്മത്തിലേക്കും കൊണ്ടുവരിക, അതാണ് ഇപ്പോഴത്തെ സമയത്തിൻ്റെ ആവശ്യം എന്ന് ബാബ പറയുകയാണ്. സങ്കല്പ और कर्म में महान अंतर नहीं होना चाहिए, സങ്കല്പവും കർമ്മവും തമ്മിൽ വലിയ അന്തരം ഉണ്ടാകാൻ പാടില്ല. വിചാരിക്കുന്നതൊന്നും കർമ്മം വേറൊന്നും ബാബ പറയുന്നത് വലിയ അന്തരം ഉണ്ടാകാൻ പാടില്ല എന്ന്. മഹാരഥിയോങ്ക അർത്ഥ ഹി ഹേ മഹാനത, മഹാരഥികളുടെ അർത്ഥം തന്നെ മഹാനത എന്നാണ്. तो महानता सिर्फ संकल्प में नहीं लेकिन सर्व में महानത. അപ്പം മഹാനത എന്ന് പറയുമ്പോൾ അത് വെറും സങ്കല്പത്തിൽ മാത്രമല്ല, സർവ്വതിലും ആ മഹാനത ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളിലും ആ മഹാനത വരുമ്പോൾ മാത്രമേ മഹാരഥിയാകുന്നുള്ളൂ എന്ന് ബാബ പറയുകയാണ്. യഹ് ഹേ മഹാരഥിയോ കി നിശാനി, ഇതാണ് മഹാരഥികളുടെ അടയാളം. संकल्प को प्रैक्टिकल में लाने के लिए सोच करने में समय नहीं लगता, സങ്കല്പത്തെ പ്രാക്ടിക്കൽ കൊണ്ടുവരുന്നതിന് വേണ്ടി, അതായത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് സമയമൊന്നും എടുക്കുകയില്ല എന്ന്. क्योंकि महारथियों के संकल्प भी ऐसे होते हैं
जो संकल्प प्रैक्टिकल में संभव हो सकते हैं. അപ്പം മഹാരഥികളുടെ സങ്കല്പം തന്നെ അങ്ങനെയുള്ളതാണ്. അതായത് ആ സങ്കല്പം പ്രാക്ടിക്കലിൽ നടക്കുന്നതാണ്. അങ്ങനെയുള്ള സങ്കല്പമേ മഹാരഥികൾ വരികയുള്ളൂ. ഏതൊന്നാണോ സംഭവ്യമായിട്ടുള്ളത് അതാണ് ബാബ പറയുന്നത്. യഹ് കരേ ന കരേ കൈസേ കരേ ക്യാ ഹോങ്ക യഹ് സോച്ചനെ കി ഉൻകോ ആവശ്യകത നെഹി. ഇത് ചെയ്യണോ വേണ്ടയോ, എങ്ങനെ ചെയ്യും, എന്ത് സംഭവിക്കും, ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം തന്നെ അവർക്കില്ല എന്ന്. ഇത് മഹാരഥികളായിട്ടുള്ളവരിൽ വരുന്ന സങ്കല്പങ്ങൾ തന്നെ പ്രാക്ടിക്കൽ ഏതൊന്നാണോ നടക്കേണ്ടത് അങ്ങനെയുള്ള സങ്കല്പങ്ങളേ വരികയുള്ളൂ. അല്ലാതെ ഇങ്ങനെ ചെയ്യണോ വേണ്ടയോ, ചെയ്താൽ ഇനി എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് വരേണ്ട കാര്യം തന്നെ ഇല്ല എന്ന് ബാബു പറയാണ്. संकल्प ही ऐसे उत्पन्न होंगे जो संकल्प उठा और सिद्ध हुआ. സങ്കല്പം തന്നെ അങ്ങനെയുള്ളതേ ഉയരുകയുള്ളൂ. സങ്കല്പിക്കുമ്പോൾ തന്നെ അത് സിദ്ധമാകുകയും ചെയ്യും. എന്താണോ സങ്കല്പിക്കുന്നത് അതേപോലെ നടക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സങ്കല്പങ്ങൾ മാത്രമേ അവരിൽ ഉയരുകയുള്ളൂ. इससे अपनी स्टेज की परख कर सकते हो. ഇതിലൂടെ തൻ്റെ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാനും കഴിയും. ഫൈനൽ സ്റ്റേജ് ഹൈ ഹി യോഗ കി സിദ്ധി പ്രാപ്ത് കർണ. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ യോഗത്തിൻ്റെ സ്റ്റേജ് അല്ലെങ്കിൽ സ്ഥിതി പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. യോഗത്തിൻ്റെ അവസ്ഥയെ പ്രാപ്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഫൈനൽ സ്റ്റേജ് എന്ന് ബാബു പറയുകയാണ്. കർമ്മ കി സിദ്ധി പ്രാപ്ത് കർണ. കർമ്മത്തിൻ്റെ സിദ്ധി പ്രാപ്തമാക്കുക. സങ്കല്പിക്കുന്നത് പോലെ തന്നെ അത് പ്രവൃത്തിയിലും വരിക, പ്രാക്ടിക്കലായിത്തീരുക. അതിനെയാണ് കർമ്മത്തിൻ്റെ സിദ്ധി എന്ന് പറയുന്നത്. അതുതന്നെയാണ് യോഗത്തിൻ്റെ സിദ്ധി. അതിനെയാണ് നമ്മുടെ ഈ ഈശ്വരീയ ജീവിതത്തിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. इसके लिए कौन सी मुख्य पवर धारण करना है. അതിനുവേണ്ടി ഏത് മുഖ്യമായ ശക്തിയാണ് ധാരണ ചെയ്യേണ്ടത്. ജോ വഹ് സബി സിദ്ധ ഹോ ജായ്. അതായത് ഏത് സങ്കല്പം സങ്കല്പിക്കുന്നു അത് സിദ്ധമാകണം, അതതേപോലെ നടക്കണം. അതിനുവേണ്ടി ഏത് പവറാണ് ധാരണ ചെയ്യേണ്ടത്, ഏത് ശക്തിയാണ് ധാരണ ചെയ്യേണ്ടത്. संकल्प वाणी कर्म सभी सिद्ध हो जाए, इसके लिए कौन सी पवर चाहिए. അപ്പോൾ സങ്കല്പവും ശബ്ദവും കർമ്മവും എല്ലാം തന്നെ സിദ്ധമാകണം. അതിനുവേണ്ടി ഏത് ശക്തിയാണ് വേണ്ടത്. सभी जो शक्तियाँ सुनाई थी वह तो चाहिए ही, लेकिन उनमें भी पहले कंट्रोलिंग पवर विशेष चाहिए. അപ്പോൾ എല്ലാവരും ഏത് ശക്തികളെക്കുറിച്ചാണോ കേൾപ്പിച്ചത് ആ എല്ലാ ശക്തികളും വേണ്ടത് തന്നെയാണ്. എന്നാലും അതിലും ആദ്യം വേണ്ട ശക്തി കൺട്രോളിംഗ് പവറാണ് എന്ന് ബാബ പറയാണ്. നിയന്ത്രണ ശക്തിയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. अगर कंट्रोलिंग पावर नहीं है तो व्यर्थ मिक्स होने के कारण सिद्धि प्राप्त नहीं होती. അഥവാ നിയന്ത്രണ ശക്തി ഇല്ല എങ്കിൽ വ്യർത്ഥം മിക്സ് ആകുന്നത് കാരണം സിദ്ധി പ്രാപ്തമാകാൻ കഴിയുകയില്ല. അപ്പോൾ സങ്കല്പവും ശബ്ദവും കർമ്മവും സിദ്ധമാകണമെങ്കിൽ ബാബ്ദാദ പറയുകയാണ് ആദ്യം വേണ്ടത് നമ്മളിൽ നിയന്ത്രണ ശക്തിയാണ്. അപ്പോൾ കൺട്രോളിംഗ് പവർ കുറവാണെങ്കിൽ വ്യർത്ഥവും കൂടി മിക്സ് ആവും. അങ്ങനെ വ്യർത്ഥം മിക്സ് ആകുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ സിദ്ധി ഉണ്ടാകുകയില്ല, അർത്ഥം പ്രാക്ടിക്കൽ ആ കാര്യം നടക്കുകയില്ല. അഗർ യഥാർത്ഥ ഉൽപ്പത്തി ഹോ സങ്കല്പോं की व यथार्थ वाणी निकले, यथार्थ कर्म हो तो हो नहीं सकता कि सिद्ध न हो जाए. അപ്പം ബാബ പറയുകയാണ് യഥാർത്ഥത്തിൽ സങ്കല്പങ്ങളുടെ ഉൽപ്പത്തി വരികയാണ്. യഥാർത്ഥ ശബ്ദങ്ങളാണ്, യഥാർത്ഥ കർമ്മങ്ങളാണെങ്കിൽ സിദ്ധമാകാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ബാബ പറയുകയാണ്. അപ്പം സങ്കല്പങ്ങളും ശബ്ദവും
കർമ്മവും യഥാർത്ഥ രീതിയിലുള്ളതാണെങ്കിൽ അത് സിദ്ധമാകാതിരിക്കുകയില്ല എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ലേക്കിൻ വ്യർത്ഥ മിക്സ് ഹോനെ കാരൻ സിദ്ധി പ്രാപ്തി നഹി ഹോത്തി. എന്നാൽ വ്യർത്ഥം മിക്സ് ആകുന്നത് കാരണം സിദ്ധി പ്രാപ്തമാകുന്നില്ല. യഥാർത്ഥക്ക് സിദ്ധി ഹോത്തി. യാഥാർത്ഥ്യത്തിൻ്റെ സിദ്ധിയാണല്ലോ ഉണ്ടാകുന്നത്, ശരിയായിട്ടുള്ള കാര്യത്തിൻ്റെതാണ് സിദ്ധി വരുന്നത്. വ്യർത്ഥക്ക് നഹി ഹോത്തി. വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളുടെ സിദ്ധി ഉണ്ടാകുകയില്ല. व्यर्थ को कंट्रोल किया जाता है, उसके लिए कंट्रोलिंग പവർ ജരൂർ चाहिए. വ്യർത്ഥത്തെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്, അതിനുവേണ്ടി നിയന്ത്രണ ശക്തി തീർച്ചയായിട്ടും വേണം. किसी प्रकार की कमजोरी का कारण कंट्रोलिंग पवर की कमी है. ഏതെങ്കിലും പ്രകാരത്തിലുള്ള ശക്തിഹീനതയുടെ കാരണം നിയന്ത്രണ ശക്തിയുടെ കുറവാണ്. അപ്പോൾ കംജോരി, അവർ ഏതെങ്കിലും ഒരു കംജോരി വീക്ക്നെസ്സിൻ്റെ കാരണമെന്ന് പറയുന്നത് നിയന്ത്രണ ശക്തിയുടെ കുറവുള്ളത് കൊണ്ടാണ്. കംജോരി ക്യോ ഹോത്തി. എന്തുകൊണ്ടാണ് വീക്ക്നെസ് വരുന്നത്? അപ്പനെ സംസ്കാരവും കോ മിഠാ നഹി സക്തി. തൻ്റെ തന്നെ സംസ്കാരങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. समझते हुए भी यह संकल्प यथार्थ है व व्यर्थ है, समझते हुए भी कंट्रोलिंग पवर नहीं है. അതായത് മനസ്സിലാക്കുന്നുണ്ട് ഈ സങ്കല്പം യഥാർത്ഥമാണെന്നും ഈ സങ്കല്പം വ്യർത്ഥമാണെന്നും, അങ്ങനെ മനസ്സിലാക്കിയിട്ടും അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. അതുതന്നെയാണ് തൻ്റെ വീക്ക്നെസ് എന്ന് ബാബ പറയുകയാണ്. ശരി ഏത് തെറ്റേത് എന്ന് മനസ്സിലാക്കിയിട്ടും തെറ്റിൻ്റെ മേൽ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് ബാബ പറയുന്നത് കൺട്രോളിങ് പവർ ഇല്ല കുട്ടികളിലെന്ന്. जब कंट्रोल करें तब उसके बदले में और संस्कार अपने में जमा कर सकेंगे. അപ്പോൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിന് പകരമായിട്ട് വേറെ സംസ്കാരം തന്നിലേക്ക് ശേഖരിക്കാൻ കഴിയും. कंट्रोलिंग पावर की कमी होने के कारण अपने को ही कंट्रोल नहीं कर पाते. അപ്പം നിയന്ത്രണ ശക്തിയുടെ കുറവ് കാരണം സ്വയം തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. अपनी रचना का रचयिता बनना आता है. തൻ്റെ രചനയുടെ രചയിതാവാകാൻ അറിയാമോ? कौन सी रचना रचती है? ബാബ ചോദിക്കുക, ഏത് രചനയാണ് രചിക്കേണ്ടത്? वह यथार्थ रचना रचने में कमी है. യഥാർത്ഥത്തിലുള്ള രചനയെ രചിക്കുന്നതിൽ കുറവുണ്ട്, വീക്ക്നെസ് ഉണ്ട് എന്ന് ബാബ പറയുകയാണ്. ബാബയുടെ രചന എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ തന്നെ സങ്കല്പങ്ങളാണ്. ആവശ്യമില്ലാത്ത സങ്കല്പങ്ങളെ നമ്മൾ രചിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് തൻ്റെ രചനയെ രചിക്കാൻ അറിയാമോ എന്ന് ബാബ ചോദിക്കുന്നത്. ആവശ്യമുള്ളതും സമർത്ഥവുമായിട്ടുള്ള സങ്കല്പങ്ങളെ രചിക്കുന്നതിൽ നമുക്ക് നിയന്ത്രണ ശക്തി വന്നിട്ടില്ല എന്ന് പറയുകയാണ്. ആവശ്യമില്ലാത്ത സങ്കല്പങ്ങളും വളരെ കൂടുതൽ കയറി വരുന്നുണ്ട്. ऐसी रचना रच लेते हैं जो स्वयं ही अपनी रचना से परेशान हो जाते हैं. അങ്ങനെയുള്ള രചനയാണ് രചിക്കുന്നത്, സ്വയം തന്നെ തൻ്റെ രചനയിൽ സ്വയം അസ്വസ്ഥരാകുകയാണ്. അങ്ങനെയുള്ള സങ്കല്പങ്ങളുടെ രചിച്ചു കഴിയുമ്പോൾ സ്വയം തന്നെ നമ്മൾ വിഷമിക്കുകയാണ്, വേദനിക്കുകയാണ്, അതിന് വശപ്പെട്ടു പോവുകയാണ്. अब पांडव सेना को प्रैक्टिकल क्या सबूत देना है? പാണ്ഡവ സൈന്യം പ്രാക്ടിക്കൽ എന്ത് തെളിവാണ് ബാബയ്ക്ക് കൊടുക്കേണ്ടത്? जो कमजोरी के बोल कमजोरी के कर्म करते हो उनकी समाप्ति का समाप्ति समारोह करना है. അപ്പോൾ തൻ്റെ തന്നെ കുറവുകളുടെ, ശക്തിഹീനതയുടെ ശബ്ദങ്ങൾ, ശക്തിഹീനമായിട്ടുള്ള കർമ്മങ്ങൾ ഏതാണോ സ്വയം ചെയ്യുന്നത് അതിൻ്റെ സമാപ്തിയുടെ സമാപ്തി സമാരോഹമാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ബാബ ചോദിച്ചിരുന്നല്ലോ, പണ്ടവരുടെ ഭട്ടിയുടെ സമാപ്തിയാണോ അതോ ആരംഭമാണോ? അപ്പോൾ ഭട്ടിയുടെ സമാപ്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബാബ ഈ രീതിയിൽ പറയുന്നത്. അതായത് പണ്ടവർ തൻ്റെ തന്നെ രചനയുടെ മേൽ നിയന്ത്രണം കൊണ്ടുവരണം. ആവശ്യമില്ലാത്ത സങ്കല്പങ്ങളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കർമ്മങ്ങളോ ഏതാണോ സ്വയം ചെയ്ത് അതിൽ സ്വയം തന്നെ വശപ്പെട്ട് വേദനിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ സമാപ്തി സമാരോഹം ഇന്ന് കുറിക്കണം എന്ന് ബാബ പറയുകയാണ്. ഭട്ടി കെ സമാപ്തി കാ സമാരോഹ് നഹി,
कमजोरियों की समाप्ति और हर संकल्प ऐसा पावरफुल उत्पन्न हो जो एक एक संकल्प कमाल कर दिखाने वाला हो. അപ്പം ഭട്ടിയുടെ സമാപ്തി സമാരോഹമല്ല, തൻ്റെ ശക്തിഹീനതകളുടെ സമാപ്തിയാണ് ചെയ്യേണ്ടത്. തൻ്റെ കുറവുകൾ എന്തൊക്കെയാണ് അതിനെയാണ് സമാപ്തമാക്കേണ്ടത്. തൻ്റെ ഓരോ സങ്കല്പവും അങ്ങനെ പവർഫുള്ളായിട്ടുള്ളത് ഉൽപ്പന്നമാകണം. ആ ഓരോരോ സങ്കല്പവും അത്ഭുതം ചെയ്ത് കാണിക്കുന്നതായിരിക്കണം. അങ്ങനെ ഓരോ സങ്കല്പവും തന്നിൽ വളരെ അത്ഭുതം ചെയ്ത് കാണിക്കണം. तो कमजोरियों की जगह कमाल को भरना होगा. അപ്പോൾ കുറവുകളുടെ സ്ഥാനത്ത് അത്ഭുതം നിറയ്ക്കേണ്ടി വരും, അത്ഭുതം ചെയ്ത് കാണിക്കേണ്ടി വരും. കംജോർ ശബ്ദ് ഹി അബ് ശോഭതാ നഹി. അപ്പോൾ അവരെ തൻ്റെ വീക്ക്നെസ് അല്ലെങ്കിൽ ശക്തിഹീനത എന്ന് പറയുന്നത് തന്നെ ഒട്ടും ശോഭനീയമല്ല. വിശ്വ का आधार आप आत्माओं के ऊपर है. വിശ്വത്തിൻ്റെ ആധാരം ആത്മാക്കളാകുന്ന നിങ്ങളുടെ മേലാണ്. तो जो विश्व के आधार मूर्त और उद्धार मूर्त हैं, ऐसा मूर्तियों के मुख से कमजोरी के शब्द शोभते नहीं हैं. അപ്പോൾ ആരാണോ വിശ്വത്തിൻ്റെ ആധാരമൂർത്തരും ഉദ്ധാരമൂർത്തരുമായിട്ടുള്ള അങ്ങനെയുള്ള മൂർത്തികളുടെ മുഖത്തിൽ നിന്നും ശക്തിഹീനതയുടേതായിട്ടുള്ള ശബ്ദങ്ങൾ ഒട്ടും ശോഭനീയമല്ല എന്ന്. കംജോരിയുടെ ശബ്ദം ഒട്ടും നല്ലതല്ല, ആധാരമൂർത്തരും ഉദ്ധാരമൂർത്തരുമായിരിക്കുന്ന മൂർത്തികളിൽ നിന്ന് വരുന്നത്. अब तो हर एक की मूर्ति में सभी को क्या साक्षात्कार होगा. ഇപ്പോൾ ഓരോരുത്തരുടെയും മൂർത്തിയിൽ മറ്റുള്ളവർക്ക് എന്ത് സാക്ഷാത്കാരമാണ് ഉണ്ടാകുന്നത്? ബാപ്ദാദയുടെ സാക്ഷാത്കാരം വേണം നിങ്ങൾ ഓരോരുത്തരുടെയും മൂർത്തിയിലൂടെ മുഖത്തിലൂടെ മറ്റുള്ളവർക്കുണ്ടാകേണ്ടത്. ऐसी अलौकिक झलक सभी की मूर्त में दिखाई देनी है, जो कोई भी उस झलक को देखकर फिदा हो जाए. അങ്ങനെയുള്ള അലൗകിക തിളക്കം എല്ലാവരുടെയും മൂർത്തിയിൽ കാണപ്പെടണം. അതായത് ഓരോരുത്തരുടെയും മുഖത്ത് അങ്ങനെയുള്ള തിളക്കം കാണപ്പെടണം. ആ തിളക്കം കണ്ട് അതിൽ അർപ്പണം ചെയ്യണം മറ്റുള്ളവർ. ബാബു പറഞ്ഞല്ലോ, ആ തിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്ദാദയുടെ സാക്ഷാത്കാരമാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും മൂർത്തിയിൽ, അതായത് മുഖത്തിൽ അങ്ങനെയുള്ള തിളക്കം അല്ലെങ്കിൽ ആ ദിവ്യത വരണം. ബാപ്ദാദയെ അവർ കാണണം. അപ്പോൾ ബാപ്ദാദയെ കാണുന്നവർ തീർച്ചയായിട്ടും ബാപ്ദാദയുടെ മുന്നിൽ അർപ്പണം ചെയ്യുമല്ലോ. അങ്ങനെയുള്ള മാറ്റം നമ്മളിൽ വരണം എന്ന് ബാബ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്. സബീക്കോ ഭിദാ കർ സക്കേങ്കെ, എല്ലാവരെയും അങ്ങനെ ബാബയുടെ മേൽ അർപ്പണം ചെയ്യിക്കാൻ കഴിയും. കോയിക്കോ മുക്തിധാം, കോയിക്കോ ജീവൻ മുക്തിധാം. അപ്പോൾ ബാബ പറഞ്ഞു, ചിലർ പിന്നെ മുക്തിധാമിലേക്ക്, ചിലർ പിന്നെ ജീവൻ മുക്തിധാമിലേക്ക് പോകാൻ തയ്യാറാകും. कोई भी ऐसा न रहे जो आप लोगों से अपना यथार्थ पार्ट हक न ले ले. അതായത് അങ്ങനെ ഒരാൾ പോലും ഉണ്ടാകുകയില്ല നിങ്ങളിൽ നിന്ന് അവരുടെ പാർട്ട്, അവരുടെ പാർട്ട് എന്താണോ അതിൻ്റെ അവകാശം അല്ലെങ്കിൽ അധികാരം എടുക്കാതെ. തീർച്ചയായിട്ടും അവരവരുടെ അധികാരം നിങ്ങളിലൂടെ എടുക്കും എന്ന് ബാബ പറയുകയാണ്. സബി ആത്മാവോं को आप लोग द्वारा अपना अपना यथार्थ पार्ट तथा बाप का वर्षा जरूर लेना है. എല്ലാ ആത്മാക്കൾക്കും നിങ്ങളിലൂടെ അവരവരുടെ പാർട്ട് അഥവാ ബാബയുടെ സമ്പത്ത് തീർച്ചയായിട്ടും എടുക്കണം. അപ്പോൾ എല്ലാ ആത്മാക്കളും നമ്മളിലൂടെ അവരുടെ പാർട്ട് എന്താണോ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ പാർട്ടായിരുന്നാലും ബാബയിൽ നിന്ന് അവർക്ക് എന്ത് സമ്പത്താണോ കിട്ടേണ്ടത് അത് നമ്മളിലൂടെ തന്നെ അവരെടുക്കുക തന്നെ ചെയ്യും എന്ന് ബാബ പറയുകയാണ്. आपकी मूर्त में ऐसी झलक होनी है कि जो कोई भी अपना वर्षा लेने से वंचित नहीं रहेंगे. അപ്പം നിങ്ങളുടെ മൂർത്തിൽ, ഇത് നിങ്ങളുടെ മുഖത്ത് അങ്ങനെയുള്ള തിളക്കം ഉണ്ടാകണം.
അതായത് ആരും തന്നെയും തൻ്റെ സമ്പത്ത് എടുക്കുന്നതിൽ നിന്നും വഞ്ചിതരാകരുത്. അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ആത്മീയ തിളക്കം, ഒരു ബാബയുടെ ശോഭ, അതിലൂടെ മറ്റുള്ളവർക്ക് ആകർഷണം ഉണ്ടായിട്ട് അവരവരുടെ പ്രാപ്തി എടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ മുഖത്ത് ആ മാറ്റം വരുന്നില്ല എങ്കിൽ അവരവരുടെ സമ്പത്ത് എടുക്കുന്നതിൽ നിന്ന് വഞ്ചിതരാകും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മാറ്റം തീർച്ചയായിട്ടും കൊണ്ടുവരണം എന്ന് ബാബ പറയുകയാണ്. ഐസെ അപ്പനേക്കോ ദാദാക്കെ ബെച്ച് ദാദാ സമച്ചിനായി. അങ്ങനെ സ്വയം തന്നെ ദാതാവിൻ്റെ കുട്ടി ദാതാവാണെന്ന് മനസ്സിലാക്കണം. ദേനെ വാലോ മേ ഫലക് ഔർ ഝലക് രഹത്തി ഹെ. കൊടുക്കുന്നവരിൽ എപ്പോഴും ആ ഒരു തിളക്കവും ഒരു ശോഭയും ഉണ്ടാകും. മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ തന്നിലൂടെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടൊരു പ്രസന്നത, അതിൻ്റേതായിട്ടൊരു തിളക്കം തീർച്ചയായിട്ടും ഉണ്ടാകും. അഭി വഹ് മർജ് ഹെ. ഇപ്പോൾ അത് കാണുന്നില്ല എന്ന് ബാബു പറയും. അത് ഉള്ളിൽ അടങ്ങിയിരിക്കുകയാണ്, അമങ്ങിയിരിക്കുകയാണെന്ന്. ഉൻ സംസ്കാരവും കോ അബ് എമർജ് കരോ. ഇപ്പോഴാ സംസ്കാരത്തെ പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവരൂ. കിസ് ബാത്ത് മേ ബിസി ഹെ ജോ വഹ് ഝലക് അബ് തക് എമർജ് നഹി ഹോത്തി. ബാബ ചോദിക്കുകയാണ്, ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ വരെയും ബിസി? ആ ഒരു തിളക്കം നിങ്ങൾ ഇതുവരെ എമർജ് ആകുന്നില്ലല്ലോ എന്ന്. അപ്പം ബാബ പറയുകയാണ്, നമ്മൾ ആ ഒരു തിളക്കം വരികയാണ് എങ്കിൽ മറ്റുള്ളവരിൽ തീർച്ചയായിട്ടും ആ ഒരു അനുഭവം ഉണ്ടായിട്ട് അവർ മുക്തിധാമിലേക്കോ അല്ലെങ്കിൽ ജീവൻ മുക്തിധാമിലേക്കോ പോകുന്ന സമ്പത്ത് ബാബയിലൂടെ എടുക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു കുറവ് നമ്മളിൽ കാണുകയാണ്. അതെന്തുകൊണ്ടാണ് എമർജ് ആകാത്തത്? ആ ഒരു തിളക്കവും ആ ഒരു പ്രസന്നതയും. അപ്പോൾ അതുകൊണ്ട് ബാബ പറയുകയാണ്, തീർച്ചയായിട്ടും കംജോരിയോം കോ മിഠാനേമേ ബിസി ഹെ. അതായത് നിങ്ങൾ നിങ്ങളുടെ കുറവുകളെ ഇല്ലാതാക്കുന്നതിൽ അങ്ങനെ ബിസിയായിരിക്കുകയാണ്. ചുക്തൂത്തോ കർണാഹി പടേക. അവന് തീർച്ചയായിട്ടും തൻ്റെ കുറവുകളെ ഇല്ലാതാക്കുക തന്നെ വേണം. ലേക്കിൻ ഏക് ഹോത്താ ഹെ ജൽദി മുക്ത് കർണ, വഹി ഹിസാബ് കോയി 5 മിനിറ്റ് മേ കോയി ആധാ ഘണ്ടാ ഭി ലഗാത്തെ ഹെ. അപ്പോൾ മുക്തമാക്കണമെന്നുള്ള നിർബന്ധമാണ്, അത് ചെയ്യുക തന്നെ വേണം. എന്നാൽ ഒന്നുണ്ട് പെട്ടെന്ന് തന്നെ മുക്തമാക്കുക, മറ്റൊന്നുണ്ട് അതേ കണക്ക് തന്നെ 5 മിനിറ്റ് ചെയ്യാനുള്ളത് അരമണിക്കൂർ എടുക്കുന്നവരുമുണ്ട്. അപ്പം ബാബ പറയണം, അതുകൊണ്ട് കഴിയുന്നതും വേഗം മുക്തമാക്കി മറ്റുള്ളവർക്ക് അനുഭവം കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മൾ തിരക്കിൽ വരണം. ആ ഒരു ബിസിയാണ് ഇനി ആകേണ്ടത്, തൻ്റെ തന്നെ കുറവുകളെ ഇല്ലാതാക്കുന്ന കാര്യത്തിലല്ല. അപ്പോൾ കുറവുകളെ ഇല്ലാതാക്കി ബാബ പറയുകയാണ്, അത് 5 മിനിറ്റ് എടുക്കേണ്ട കാര്യം അരമണിക്കൂറൊക്കെ പലരും എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കരുത്. സമയത്തിനനുസരിച്ച് നമ്മൾ പുരുഷാർത്ഥത്തിൽ വളരെ തീവ്രമായി മുന്നോട്ട് പോകണം. അതാണ് ഇപ്പോൾ സമയം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ പ്രാപ്തി എടുക്കുന്നതിനുള്ള സമയമാണ്. നമ്മൾ വിശ്വത്തിൻ്റെ ഉദ്ധാരണം അതുപോലെ ആധാരമൂർത്തരുമാണ്. നമ്മൾ തന്നെ ഇപ്പോഴും മറ്റ് കാര്യങ്ങളിൽ ബിസിയാണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളിൽ നിന്ന് എന്ത് കിട്ടും അവർക്ക് എന്ന് ബാബ ചോദിക്കുകയാണ്. അപ്പം അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ നമ്മുടെ പുരുഷാർത്ഥത്തിലേക്ക് സ്വയം താൻ ആരാണെന്നുള്ള ആ ശ്രദ്ധയിലേക്ക് സ്വയം നമ്മൾ വരികയും അതേപോലെ തന്നെ നമ്മുടെ സ്ഥിതി നല്ല അചഞ്ചലവും ഉറച്ചതുമാക്കണം. അസ്വസ്ഥമാകുന്ന മനസ്സുകൾ വേണ്ടാന്ന് ബാബ പറയാണ്. സ്വസ്ഥമായിട്ടുള്ള മനസ്സിനെ നമ്മൾ ധാരണ ചെയ്യുകയാണെങ്കിൽ വളരെയധികം പ്രാപ്തി നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മുടെ സ്ഥിതിയിലൂടെയാണല്ലോ മറ്റുള്ളവർക്ക് ഒരു അനുഭവം ഉണ്ടാകേണ്ടത്. അപ്പം നമ്മുടെ സ്ഥിതി നമ്മൾ കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി, നിശ്ചിന്തമാക്കുന്നതിന് വേണ്ടി, ആ നിർഭേദയുടെ അവസ്ഥയിലേക്ക് വരുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥിതിയിലേക്ക് വീണ്ടും ഒന്നുകൂടി തിരിച്ചു വരാം. അപ്പോൾ ആ ഓർമ്മയിലിരുന്നു കൊണ്ട് മുരളി ഇപ്പോൾ തീരുകയാണ്. ഇതിൻ്റെ ബാക്കി നമുക്കടുത്തതിൽ കേൾക്കാം. ഓം ശാന്തി.